ഹായ് ഹലോ. ഇതാര് അനീഷ? നിനക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാനെല്ലാം അറിയോ? ഞാൻ യാദർച്ഛികമായിട്ട് ഇങ്ങോട്ട് വന്നവൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നല്ലോ. ഇതെല്ലാം കഴിക്കാൻ പറ്റുമോ? 1500 ആളെ പരിപാടി ഉണ്ടല്ലേ? 200 ആളെ ഫുഡ് നിൻ്റെ ചങ്ങായിൻ്റെ വീട്ടിലേക്ക് പോകുന്നതല്ലേ? ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറും ഒരു പീസും കുറച്ച് മസാലയും മാത്രം ഇട്ടിട്ട് കുറച്ച് തന്നാൽ മതി കേട്ടോ. നോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കാമല്ലോ, നിൻ്റെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കാമല്ലോ. ഞാൻ സത്യസന്ധമായിട്ട് പറയും. പാങ്ങുണ്ടെങ്കിൽ പാങ്ങ് പറയും, പാങ്ങില്ലെങ്കിൽ പാങ്ങില്ല എന്ന് പറയും. നീ അതിന് ബേജാറാക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഉപ്പ എന്തോ ഒരു ടേസ്റ്റ് ആണല്ലോ, ഒന്നും പറയാനില്ല. നിനക്ക് എവിടെയെങ്കിലും സ്വന്തമായിട്ട് എന്നെ തുടങ്ങിക്കോടെ. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിൻ്റെ ചങ്ങായിമാരെല്ലാം ഉണ്ടാവുമല്ലോ. എനിക്ക് എവിടെ പോയാലും ചങ്ങായിമാർ ഇഷ്ടം കാണിക്കില്ലേ. പിന്നെ നീ എന്തിനു പേടിക്കുന്നത്? ആരും പേടിക്കണ്ടല്ലോ. എനിക്ക് എവിടേക്ക് തുടങ്ങിക്കൂടെ? പള്ളിക്കര തുടങ്ങാൻ എവിടെ വേണമെങ്കിൽ എനിക്ക് തുടങ്ങാമല്ലോ. എണ്ണയിൽ കളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ചെറുങ്ങനെ ഒരു ഇതായാൽ മതി. ഫുള്ള് കാര്യം കയ്യെല്ലാം പറ്റപ്പുള്ളൂ. ശ്രദ്ധിച്ചിട്ട് എടുക്ക് പണി കേട്ടോ. നല്ല പാങ്ങ് ശ്രദ്ധിച്ചിട്ട് തന്നെ എടുക്കണം എപ്പോഴും. എനിക്ക് ശ്രദ്ധ ഭയങ്കര കുറവാണ്. എനിക്ക് 1000 ആളെ ഫുഡ് ഇപ്പോൾ കൊണ്ടുപോയി അല്ലേ? ഇനി നിൻ്റെ ചങ്ങായിൻ്റെ വീട്ടിലേക്കും പിന്നെ കുറച്ച് പറയാൻ കൊടുക്കാനില്ലോ. അത് എത്രയില്ലോ അല്ലേ? അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓണായി, നബിദിനമായി. നിങ്ങൾക്ക് ആഘോഷം തന്നെ ആഘോഷം. എല്ലായിടത്തും നിന്നെ കാണുന്നല്ലപ്പാ. നീ ശരിക്ക് ഹിന്ദുവോ മുസ്ലിമോ? എല്ലായിടത്തും കാണുന്നു. അപ്പോൾ TK ബ്രദേഴ്സിൽ ഇപ്രാവശ്യം ഓണപ്പരിപാടി വെക്കുന്നില്ലേ? ഓണപ്പരിപാടി നല്ല ഗംഭീരമായിട്ട് വെക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മാതിരിയല്ല, ഇപ്രാവശ്യം അതിനേക്കാളും നല്ല ഗംഭീരമായിട്ട് വെക്കണം. നിൻ്റെ സ്വന്തം അനിയനെ മാതിരി കാണുന്ന നിൻ്റെ അടുത്ത പിള്ളേരുണ്ടാവും നിന്നെ പേടിക്കാൻ. നല്ല അടിപൊളിയായിട്ട് പരിപാടി നടക്കും, ഒരു പേടിയും വേണ്ട. പറഞ്ഞ് നിൻ്റെ പണി തീരാനായല്ലേ? ഉപ്പല കറക്റ്റ് നോക്കോട്ടാ. ഉപ്പല കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചോറൊന്നും ആരും ബേക്കില്ല. പിന്നെ നിന്നോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിൻ്റെ ഈ ഫുഡ് കഴിച്ച ഉടനെ എനിക്ക് തോന്നി നീ ഒരു പുലി തന്നെയാണ്. പിന്നെ നിൻ്റെ അച്ഛൻ പിന്നെ പണ്ടത്തെ വലിയ പുലിയല്ലേ. പിന്നെ ഇത് പറയാനുണ്ടോ? ഇനിയിപ്പോൾ ഈ ചോറ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോവാം അല്ലേ?